നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 മേടമാസം 16-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 29-ാം തീയതി ബുധവാരം. നാളെ ബുധനാഴ്ച, സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:11, അസ്തമയം വൈകിട്ട് 6:33. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ബുധനാഴ്ച 12 മുതൽ 1:30 വരെയുള്ള സമയം, ഉച്ചസമയം. ഒരു ശുഭകാര്യങ്ങളും നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്. ചന്ദ്രൻ സമ്പൂർണ്ണ ബലവാനായി വരികയാണ്. നാളത്തെ നക്ഷത്രവും അത്തം നക്ഷത്രമാണ്. നാളെ അത്തം വെളുത്തപക്ഷത്തിലെ അത്തമാണ്. അത്തം ഒരു പൂർണ്ണ നക്ഷത്രമാണ്. കന്നിരാശിയിലെ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്രയുടെ ആദ്യത്തെ 30 നാഴിക. അതിൽ സമ്പൂർണ്ണ നക്ഷത്രം 60 നാഴിക വരുന്ന നക്ഷത്രമാകുന്നു അത്തം നക്ഷത്രം. അത്തം നക്ഷത്രത്തിന് പാദങ്ങളുണ്ട്, കാലുകളുണ്ട് കറുത്തപക്ഷത്തിലാണെങ്കിൽ. ഈ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ആരാകുന്നു? ചന്ദ്രനാകുന്നു. ചന്ദ്രൻ ബലവാനാണെങ്കിൽ മനസ്സിന് ബലമുണ്ടാകുന്നു, മനപ്രസാദമുണ്ടാകുന്നു. മനപ്രസാദം കൊണ്ട് എല്ലാ കാര്യങ്ങളും നേടുവാൻ കഴിയുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം ബുധനാഴ്ച ശുഭദിനമാണ്. പക്ഷേ സ്ത്രീകളും ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാണ് ബുധനാഴ്ച. നാളത്തെ നക്ഷത്രം നല്ലതാണ്, നല്ല തിഥിയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ കാലത്ത് 9:11 മുതൽ 10:11 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാം. അപ്രകാരം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉച്ചയ്ക്ക് 1:45 മുതൽ 2:45 വരെയുള്ള സമയവും വളരെ ശുഭകരമായി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നയിക്കാവുന്നതാണ്. നാളത്തെ പ്രാർത്ഥന ഏറ്റവും നല്ലത് ദേവീക്ഷേത്രത്തിൽ വഴിപാടുകളാകുന്നു. കാരണം അത്തം നക്ഷത്രമാണ്. ദേവീക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാടുകൾ വളരെ ശുഭത്വത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്മകൾ പ്രദാനം ചെയ്യുന്നതാണ്. നല്ലൊരു സുദിനം നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു. നന്ദി, നമസ്തേ.